ഇനി ഡൽഹിയിലേക്ക്. അവിടെ അതിശൈത്യമാണ്. അവിടെ ടെമ്പറേച്ചർ 6 ഡിഗ്രി സെൽഷ്യസിൽ താന്നു. വല്ലാത്ത പുകമഞ്ഞും ഡൽഹി രൂപപ്പെട്ടു. ദൃശ്യപരിധി കുറഞ്ഞതോടെ നിരവധി ട്രെയിനുകളും വിമാനങ്ങളും വൈകി സർവീസ് നടത്തുകയാണ്. അന്തരീക്ഷ താപനില 6 ഡിഗ്രി ആയാൽ പ്രേക്ഷകർക്കറിയാം. നമ്മുടെ കേരളത്തിൽ മൈനസൊക്കെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മൂന്നാറിലെ ചില എസ്റ്റേറ്റുകളിലൊക്കെ തന്നെ ലോക്കാട് എസ്റ്റേറ്റിലൊക്കെ യഥാർത്ഥത്തിൽ മൈനസൊക്കെ പോകും. ഞാനൊക്കെ മൈനസിൽ പോയി നോക്കിയിട്ടുണ്ട്. പക്ഷേ 6 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ജീവിക്കാൻ പാടാണ്. അതുപോലെ അവിടെ വായു ഗുണനിലവാര സൂചിക 400-ന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു തൊട്ട് മുമ്പിൽ നടക്കുന്ന കാര്യം പോലും നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. ദൂരപരിധി കുറഞ്ഞിട്ടുണ്ട്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, ഡൽഹിയിലെ അവസ്ഥ എന്താണിപ്പോൾ? SK അതിശൈത്യത്തിലേക്ക് കടന്നിരിക്കുന്നു. നിലവിൽ ഈ അന്തരീക്ഷ താപനില 6 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് വീണ്ടും താഴുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഡൽഹിയെ അപേക്ഷിച്ച് ഡിസംബറിലല്ല ഈ അതിശൈത്യം ഉണ്ടാകുന്നത്. അതൊരു ജനുവരി ആദ്യ വാരമാണ് ഈ അതിശൈത്യം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഒരു അന്തരീക്ഷ താപനിലയേക്കാൾ കുറവ് വരുന്ന ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ പുകമഞ്ഞ് ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ഈ ഒരു വായു മലിനീകരണം നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും 400-ന് മുകളിലാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സിവിയർ വിഭാഗത്തിൽ തന്നെ മലിനീകരണം തുടരുന്നു. ഈ പുകമഞ്ഞ് രൂപപ്പെട്ടത് ഗതാഗതത്തെയാണ് പാടെ ബാധിച്ചിരിക്കുന്നത്. പല വിമാനങ്ങളും വൈകിയാണ് ഓടുന്നത്. ഒപ്പം തന്നെ ഇന്നലെ 10 മണിക്ക് പുറപ്പെടേണ്ട വിമാനങ്ങൾ നേരത്തെ തന്നെ മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്ത് പുറപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഈ ഫോഗ് അലേർട്ട് കണക്കിലെടുത്താണ് എയർപോർട്ട് അതോറിറ്റി അത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ കുറച്ച് വിമാനങ്ങൾ വൈകിയാണ് ഇന്ന് എത്തുന്നത്. ട്രെയിനുകളുടെ ഗതാഗതത്തെയും ട്രെയിൻ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. പ്രധാനമായും ഉത്തരേന്ത്യയിലടക്കമുള്ള ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ നിരത്തിലോടുന്ന വാഹനങ്ങൾ അവർക്ക് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അമിത വേഗത പാടില്ല. ഒപ്പം തന്നെ ഫോഗ് ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ നിലവിൽ പുകമഞ്ഞിന്റെ സാന്നിധ്യം കണ്ടാൽ ഫോഗ് ലൈറ്റുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം എന്നുള്ളത് ഈ മലിനീകരണം തന്നെയാണ്. മലിനീകരണ തോത് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഇടങ്ങളിലെ ഈ ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്ക് അവധിയും നൽകിയിരിക്കുകയാണ്. പല ആളുകൾക്കും രാവിലെ ഈ യാത്ര ഈ മോർണിംഗ് സവാരിക്കൊക്കെ പോകുന്നവർക്ക് ഈ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതായൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മലിനീകരണം ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് അത്തരമൊരു സാഹചര്യം. പ്രത്യേകിച്ച് കാറ്റിന്റെ വേഗത കുറഞ്ഞതും ഈ അന്തരീക്ഷ താപനില കുറവുമാണ് ഈ മലിനീകരണം ഇപ്പോഴും ഇതുപോലെ തുടരാനുള്ള ഒരു സാഹചര്യം. നിലവിൽ ഗ്രാബ് 3 പ്രകാരമുള്ള നിയമങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതൊരു പക്ഷേ ഇനി ഗ്രാബ് 4-ലേക്ക് കൂടി കടന്നേക്കും. SK അച്യുതൻ, മറ്റൊരു കാര്യം, ഈ സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ ഇഡിയുടെ കുറ്റപത്രത്തിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണല്ലോ അതിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പെട്ടിരിക്കുന്നു. ഹരിയാനയിൽ വാദ്രയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് ഭൂമി വാങ്ങിച്ചു, അത് സിസി തമ്പിക്ക് മറിച്ചു കൊടുത്തു എന്ന രീതിയിൽ കുറ്റപത്രത്തിൽ സൂചനയുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. അതിൻ്റെ വസ്തുത എന്താണ്? SK സഞ്ജയ് ഭണ്ഡാരിക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ആദ്യം വാദ്രയുടെ പേര്, റോബർട്ട് വാദ്രയുടെ പേരാണ് ആ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. അതായത് അതിൽ പറഞ്ഞിരുന്നത് ഈ സഞ്ജയ് ഭണ്ഡാരിയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള, അതായത് ഈ കേസിൽ തന്നെ കൂട്ടുപ്രതിയായ സിസി തമ്പിയുടെ അടുത്ത അനുയായിയാണ് റോബർട്ട് വാദ്ര എന്നുള്ളതായിരുന്നു ഇഡിയുടെ കണ്ടെത്തൽ. ലണ്ടനിൽ ഒരു വീട് വാങ്ങിക്കുകയും ആ വീട് വാങ്ങിക്കുന്നതിന് ഉപയോഗിച്ച പണം പണം ഇടപാടിലൂടെ സ്വരൂപിച്ച തുകയാണെന്നുള്ളത് ഇഡി കണ്ടെത്തി. ആ വീട്ടിൽ റോബർട്ട് വാദ്ര താമസിക്കുകയുണ്ട്. ഒപ്പം തന്നെ ചില സാമ്പത്തിക ഇടപാടുകൾ റോബർട്ട് വാദ്രയും അതുപോലെ തന്നെ സിസി തമ്പിയും നടത്തിയതായും ഇഡി ഈ കുറ്റപത്രത്തിൽ ആരോപിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് ഈ ഹരിയാനയിൽ ഭൂമി ഇടപാട് സംബന്ധിച്ച് റോബർട്ട് വാദ്രയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് ഭൂമി വാങ്ങിക്കുന്നുണ്ട്. അതോടുവിൽ ഈ വിൽക്കുന്നത് ഈ സിസി തമ്പിക്കാണ്. അപ്പോൾ അത്തരമൊരു ഇടപാട് ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ ഇഡി കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉൾപ്പെടുത്തി പ്രത്യേക കോടതി ഈ വിഷയം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ റോബർട്ട് വാദ്രയുടെ പേര് ഉൾപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ആ റോബർട്ട് വാദ്രയുമായുള്ള ബന്ധം കണ്ടെത്തുവാൻ ഇഡിയും അതുപോലെ തന്നെ CBI ഈ കേസിൽ ഒരുപോലെ പരിശ്രമിച്ചെങ്കിലും ഇഡിയാണ് ഈ കുറ്റപത്രത്തിൽ റോബർട്ട് വാദ്രയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ പരാതിയെ തുടർന്നാണ് ഈ കേസ് ഇഡി ഏറ്റെടുക്കുന്നതും ഒപ്പം ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ആക്ട് മുഖാന്തരം
ഓക്കെ അച്യുതൻ, ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ മഹേഷ് ജോസഫ് പറയുന്നത് ഡൽഹിക്കാരനാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ ആ റോഡ് സൈഡിൽ ഒരു പെട്ടിക്കട കയറി ഒരു ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ച് അവരോട് സംസാരിച്ചിട്ട് വാർത്ത ചെയ്തുകൂടെ? അച്യുതനോടാണ് ചോദിക്കുന്നത്. അവിടെ പെട്ടിക്കടയുള്ള സ്ഥലമല്ല കേട്ടോ. ഷിനിൽ വർഗീസ് പറയുന്നത് എസ് കെ ഡൽഹിയിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഈ തണുപ്പത്താണ് ഞങ്ങളുടെ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നത്. എനിക്ക് ആലോചിക്കാൻ വയ്യ കേട്ടോ. നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ആലോചിച്ചേ പറ്റൂ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.